ഹലോ മക്കളെ, നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ജനറ്റിക് ഡിസോർഡേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് പഠിക്കാനുള്ള 3 പ്രധാനപ്പെട്ട ക്രോമസോമൽ ഡിസോർഡേഴ്സ്. ഒന്നാമത്തേത് ഡൗൺ സിൻഡ്രോം, രണ്ടാമത്തേത് ക്ലിൻഫിൽറ്റർ സിൻഡ്രോം, മൂന്നാമത്തേത് ടർണർ സിൻഡ്രോം. ഇത് പഠിച്ചിട്ട് തന്നെ നിങ്ങൾ പോകണം. ഉറപ്പാണ് ഇത് നമ്മുടെ ഓണം എക്സാമിന് മാത്രമല്ല ഫൈനൽ എക്സാമിനും ചോദിക്കും. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് 3-4 മാർക്ക് ഈസി ആയിട്ട് ഇങ്ങോട്ട് എടുക്കാം. ഓക്കെ, സോ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഈസിയാണ് ഈ ടോപ്പിക്ക്, ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡബിളും ആണ്. അപ്പോൾ കാണാതെ പഠിച്ച് ബുദ്ധിമുട്ടുകയൊന്നും വേണ്ട, മനസ്സിലാക്കി പഠിക്കാവുന്ന ഈ 3 അസുഖങ്ങൾ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം ഈ 3 പ്രധാനപ്പെട്ട ഡിസീസസ്. ആദ്യത്തേത് ഡൗൺ സിൻഡ്രോം. ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത് നമുക്കറിയാം 22 ഓട്ടോസോംസും ഒരു അല്ലോസോമുമാണ് നമുക്കുള്ളത് അല്ലേ. അങ്ങനെ മൊത്തം 23 പെയർ ക്രോമസോംസ് ആണ് നമുക്കുള്ളത്. അതിൽ 21ാമത്തെ ക്രോമസോമിന് എത്രയാണ് മറക്കണ്ട, 21ാമത്തെ ക്രോമസോമിന്, ഓക്കെ, നമ്പർ ഒരിക്കലും തെറ്റരുത്, ഇറ്റ് ഈസ് 21st ക്രോമസോം. 21ാമത്തെ ക്രോമസോമിന് ട്രൈസോമി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 3 എണ്ണം ആകും, എക്സ്ട്രാ ഒരെണ്ണം കൂടി കയറാം. സാധാരണ ഒരു പെയർ എന്ന് വെച്ചാൽ 2 പേരല്ലേ, അവിടെ ഒരാൾ കൂടി എക്സ്ട്രാ 3 പേര് വന്നു. സോ 3 പേര് വന്നു കഴിഞ്ഞാൽ ട്രൈസോമി എന്നാണ് അതിനെ വിളിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ടോട്ടൽ ക്രോമസോം നമ്പർ നമുക്കറിയാം 23 പെയർ അഥവാ 46 എണ്ണമാണ്. 46 എന്നത് 47 ആയിട്ട് മാറും. അതായത് നമുക്ക് ആക്ച്വലി ഉള്ളത് 44 + XX, 44 + XX സ്ത്രീകൾക്കും 44 + XY ആണ് ആണുങ്ങൾക്കും ഉള്ളത്. ഇങ്ങനെയാണ് സാധാരണ വരേണ്ടത്. ഇതിൽ ഒരു ക്രോമസോം അധികമാകുമ്പോൾ നമ്മുടെ ക്രോമസോം നമ്പർ 45 + XX എന്നോ അല്ലെങ്കിൽ 45 + XY എന്നോ, അതായത് ടോട്ടൽ 46 വരേണ്ട സ്ഥാനത്ത് 47 ക്രോമസോംസ് ആണ് വരുന്നത്. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ കുട്ടിക്ക് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെ? ഈ അസുഖം വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഡൗൺ സിൻഡ്രോം ബാധിച്ച കുട്ടികൾ ഷോർട്ട് സ്റ്റാച്ചുർഡ് ആയിരിക്കും, പൊക്കം കുറവായിരിക്കും, റൗണ്ട് ഹെഡ് ആയിരിക്കും അവർക്ക് വരുന്നത്. അതുപോലെ തന്നെ അവരുടെ ഫറൗഡ് ടങ് ആയിരിക്കും, അകത്തൊരു കുഴിവുള്ള നാക്കായിരിക്കും, പാർഷ്യലി ഓപ്പൺഡ് മൗത്ത് ആയിരിക്കും, വായ എപ്പോഴും ഇങ്ങനെ തുറന്ന് പിടിച്ചിട്ടുണ്ടാകും ചെറുതായിട്ട്. അതുപോലെ തന്നെ മെൻ്റലി അവർ റിട്ടാർഡഡ് ആയിരിക്കും. അവരുടെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്, സൈക്കോമോട്ടോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോർമോൺ ഡെവലപ്മെൻറ്റ് ഒക്കെ അവതാളത്തിലാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം കുട്ടികൾ മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള കുട്ടികളായിട്ടായിരിക്കും സമൂഹത്തിൽ വളരുന്നത്. ഈ അസുഖത്തെയാണ് നമ്മൾ ഡൗൺ സിൻഡ്രോം എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ അസുഖമാണ് ക്ലിൻഫിൽറ്റർ സിൻഡ്രോം. ക്ലിൻഫിൽറ്റർ സിൻഡ്രോം ആക്ച്വലി അവിടെയും ഒരു എക്സ്ട്രാ ക്രോമസോം വരുന്നത് തന്നെയാണ്. അത് ഏതെന്ന് ചോദിച്ചാൽ എക്സ് ക്രോമസോമാണ് അധികമായിട്ട് വരുന്നത്. അപ്പോൾ ഇത് ബാധിക്കുന്നത് ആണുങ്ങളെയാണ്. ക്ലിൻഫിൽറ്റർ സിൻഡ്രോം സാധാരണ ആണുങ്ങൾ എന്ന് പറയുന്നത് 44 + XY ആണ്. പക്ഷേ ഈ അസുഖം ബാധിക്കുമ്പോൾ ഇവിടെ ഒരു അഡീഷണൽ എക്സ് ക്രോമസോം കൂടി വരികയും അവരുടെ ക്രോമസോം, അതായത് അവരുടെ കാരിയോ ടൈപ്പ് എന്ന് പറയും, ക്രോമസോം പാറ്റേൺ എഴുതുന്നതിനെ കാരിയോ ടൈപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ കാരിയോ ടൈപ്പ് 44 + XXY എന്നായിട്ട് മാറും. ടോട്ടൽ 47 ക്രോമസോംസ്. ഓക്കെ, ആണുങ്ങൾ സാധാരണ 44 + XY എന്നാണ്, പക്ഷേ ഇത്തരം അസുഖം വരുമ്പോൾ 44 + XXY എന്നായിരിക്കും വരിക. ദാറ്റ് ഈസ് അഡീഷണൽ ഒരു ക്രോമസോം, അവർ ഒരു എക്സ്ട്രാ എക്സ് ക്രോമസോം വരുന്നു. സാധാരണ 2X എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ക്യാരക്ടറാണ് അല്ലേ, XY എന്ന് വെച്ചാൽ ആണുങ്ങളുടെ ക്യാരക്ടറാണ്. അപ്പോൾ ഇത് ആണാണ്, പക്ഷേ ഫീമെയിൽ ക്യാരക്ടർ ഉള്ള ഒരു ആൺകുട്ടിയായിട്ടായിരിക്കും ഇത് വളരുക. അപ്പോൾ ഇത്തരത്തിലുള്ള ആണുങ്ങൾക്ക് ഫെമിനൈൻ നേച്ചർ ആയിരിക്കും. അവരുടെ ശരീരത്തിൽ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്, അതായത് താടി, മീശ, സൗണ്ടിൻ്റെ ചേഞ്ച് അങ്ങനെയുള്ളതൊന്നും തന്നെ കാണത്തില്ല. മസ്കുലർ ഡെവലപ്മെൻറ്റ് കുറവായിരിക്കും. എന്നാൽ ഇത്തരം ആണുങ്ങൾ സ്റ്റെറൈലുമായിരിക്കും, അതായത് അവർക്ക് ഇനി കുഞ്ഞുങ്ങളെ ഉണ്ടാവില്ല. കാരണം അവരുടെ ടെസ്റ്റിസ് റുഡിമെൻ്ററി ആണ്, അതുകൊണ്ട് തന്നെ അത് ഡെവലപ്മെൻറ്റിലേക്ക് പോകില്ല. അപ്പോൾ അത് അവർക്ക് എന്ത് ചെയ്യില്ല, ഒരിക്കലും കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല, ദേ വിൽ ബി സ്റ്റെറൈൽ. അതുപോലെ തന്നെ ഇത്തരം ആണുങ്ങൾക്ക് ബ്രസ്റ്റ് ഡെവലപ്പ് ചെയ്യും. ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റിനെ പറയുന്ന പേരാണ് ഗൈനക്കോമാസ്റ്റിയ. ഗൈനക്കോമാസ്റ്റിയ എന്ന് വെച്ചാൽ ബ്രസ്റ്റ് ഡെവലപ്മെൻ്റ് ആണ്. ആണുങ്ങളിൽ ബ്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ്. ക്ലിൻഫിൽറ്റർ സിൻഡ്രോമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമാണ് ഗൈനക്കോമാസ്റ്റിയ. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ക്ലിൻഫിൽറ്റർ സിൻഡ്രോം. ഇനി മൂന്നാമത്തെ ഡിസീസാണ് നമ്മളുടെ ടർണർ സിൻഡ്രോം. ഇത് സ്ത്രീകളിലാണ് വരുന്നത്. സ്ത്രീകൾ സാധാരണ 44 + XX ആണ്, പക്ഷേ ഇവർക്ക് ഒരു എഗ്സ് കുറവായിരിക്കും. അപ്പോൾ 44 + X0, അതായത് ടോട്ടൽ 46 ഇല്ല, ഒന്ന് കുറഞ്ഞ് 45 അവർക്ക് കാണത്തുള്ളൂ. അപ്പോൾ 44 + X0 എന്നതാണ് ഇവരുടെ ക്രോമസോം പാറ്റേൺ അഥവാ കാരിയോ ടൈപ്പ്. ഇത്തരം സ്ത്രീകൾക്ക്
സ്വാഭാവികമായിട്ട് ഒരു എക്സ് അല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഫീമെയിൽ ക്യാരക്ടർ കുറവായിരിക്കും, സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് കുറവായിരിക്കും, ചെറിയൊരു മെയിൽനെസ് ഇവർക്ക് കാണും. അതുപോലെ തന്നെ ഇത്തരം സ്ത്രീകൾക്ക് ഓവറി ഭയങ്കര റുഡിമെൻ്ററി ഓവറി, ചെറിയ ഓവറി ആയിരിക്കും, ചുരുങ്ങിപ്പോകും ഓവറി. അതുപോലെ ഇത്തരം സ്ത്രീകൾക്ക് നമ്മൾ പറഞ്ഞല്ലോ ഫീമെയിൽ ആയിട്ടുള്ള സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഉണ്ട് അല്ലെ, ഫീമെയിലിൻ്റെതായിട്ടുള്ള സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് അതൊക്കെ കുറവായിരിക്കും. പിന്നെ സ്റ്റെറൈലായിരിക്കും, കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല. സോ ഈ 3 അസുഖങ്ങൾ, നമ്മൾ ഇപ്പോൾ പറഞ്ഞ 3 അസുഖങ്ങൾ, ഡൗൺ സിൻഡ്രോം, ക്ലിൻഫിൽട്ടർ സിൻഡ്രോം ആൻഡ് ടർണർ സിൻഡ്രോം, ദീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് പരീക്ഷയ്ക്ക് സ്ഥിരം വരാറുള്ളതാണ്. അപ്പോൾ മക്കളെല്ലാവരും ഇത് അടിപൊളിയായിട്ട് സെറ്റായിട്ട് പഠിച്ചു വെച്ചോളൂ. ഈ ഒരു ടേബിളിനകത്ത് നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻ ചോദിക്കൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കും. അപ്പോൾ മക്കളെ, ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇന്നത്തെ ഈ ടോപ്പിക് ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഐ എം ഡോക്ടർ മനോ. ബൈ ഫോർ നൗ.